ഫസ്റ്റ് തിയേറ്ററിൽ കണ്ട സിനിമ ഏതായിരുന്നു? ഞാൻ ആദ്യം കണ്ട സിനിമയുടെ പേര് ഓർമ്മയില്ല. പറ്റാ തിയേറ്ററിലാണ്. ബാലനായിരിക്കുള്ളൂ ആദ്യത്തെ. അവൾ ജനിച്ചിട്ടില്ല. ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിച്ചിട്ടില്ല സമയത്ത്. ഇല്ലില്ല. പിന്നെ ഞാൻ പത്മ തിയേറ്ററിലാണ്. അത് 50 പൈസയാണ് ടിക്കറ്റ് അവിടെ. 50 പൈസ. ആ ക്യൂവിൽ മറ്റേ ഒരു ഗ്യാപ്പിൽ ക്യൂവിൽ കൂടി കയറി അവിടെ ചെന്ന് നമ്മൾ തിയേറ്ററിൽ ഒരിക്കൽ അവിടെ ക്യൂ, അത് സ്കൂളിൽ നിന്ന് ഞാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് ഞാൻ ആ തിയേറ്ററിലേക്ക് ഇരുന്ന് ക്യൂ ആയിൽ പോയത്. മറ്റേത് വീട്ടുകാരുടെ കൂടെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അത് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ അങ്ങോട്ട് കയറിയത്. പിന്നീട് ഞാൻ പത്മയിൽ തന്നെ ഞാനിങ്ങനെ ക്യൂവിൽ കൂടി കയറി ചെയ്തപ്പോൾ അവിടെ നമ്മൾ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടാണ് ഈ പൈസ ടിക്കറ്റിലൊക്കെ ഒപ്പിക്കുന്നത്. അന്ന് അറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ ഈ 50 പൈസയിൽ 5 പൈസ പോയി. പിന്നെ ടിക്കറ്റ് അതിൽ 50 ചേഞ്ച് അല്ലേ, അത് പോയിട്ട് അവിടെ നിൽക്കുന്ന ആളൊരു 5 പൈസ തരുള്ളൂ. അതിലൊന്ന് മേടിച്ചിട്ട് അതൊക്കെ ഓരോ പത്മ തിയേറ്ററിൽ ആയതുകൊണ്ട്. പിന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ കൂടുതൽ സിനിമകൾ ശ്രീധറിലായിരുന്നു. ശ്രീധറിൽ തിങ്കൾ ബുധൻ വെള്ളി 3 ചേഞ്ചാണ്, ഫുൾ ഇംഗ്ലീഷാണ്. അത് വീടിൻ്റെ അടുത്താണ്. മനസ്സിലായോ? നേരെ അങ്ങോട്ട് പോകും. വീട്ടിൽ ചെന്നിട്ട് ഉച്ചക്ക് സിനിമ സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവെല്ലിന് ഔട്ട് പാസ് ഉണ്ട്. അതിന് ഔട്ട് പാസ് വേണ്ടി നേരെ വീട്ടിലേക്ക് ഓടും. എന്നിട്ട് അറിയാത്ത പോലെ അവിടെ ചെന്ന് ബുക്കൊക്കെ വെച്ച് ചായ കുടിച്ചിട്ട് അവിടെ അതേ സ്പീഡിൽ കണ്ടുപിടിച്ചിട്ട് ഈ ഔട്ട് പാസ് വെച്ച് കയറിയില്ലാത്ത. എനിക്ക് ഇംഗ്ലീഷ് സിനിമകൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. ടെൻഗാം ആൻഡ്വിൻസ് എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ അവിടെ കാണുന്ന കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ലാംഗ്വേജ് അതുകൊണ്ടാണ് മലയാളം പഠിച്ചത് തന്നെയാണ്. മലയാളം പഠിച്ചത് അത് തന്നെയാണ്. അത് ഇത് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ എന്നറിയുന്നത്. ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് എന്നാലും അശോകേട്ടനോട് ഈ ഒരു ലുക്ക് അപ്പിയറൻസ് ഇത് ആരാ ഇതിന്റെ പിന്നില്? കംപ്ലീറ്റ്ലി ഇപ്പൊ ഒരു ഫ്രീക്ക് വൈബിലാണ് അശോകേട്ടൻ നടക്കുന്നതാണ്. പാന്റ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഒക്കെ. ഇതൊന്നും എൻ്റെ അല്ല, അവൻ്റെ മോനെടുത്ത് കളയാൻ നേരത്തെ ഞാൻ എടുത്ത് ഉപയോഗിക്കും. അവൻ പുതിയത് എടുക്കുക എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് പഴയത് കിട്ടും. ഷർട്ട് എൻ്റെ ആണ്, പാൻറ് അവൻ്റെ ആണെന്ന് തോന്നുന്നത്. സെലക്ട് ചെയ്തിരുന്നത് അങ്ങനെയല്ല, അവൻ പറയും ഇതിട്ടാൽ മതി എന്നൊക്കെ. ചില എപ്പോഴും ഇല്ലല്ലോ, അവനെ കിട്ടില്ലല്ലോ. അപ്പം എൻ്റെ വൈഫ് സെലക്ട് ചെയ്യും, അവൻ്റെ ബാഗ് സെലക്ട് ചെയ്യും, എൻ്റെ മോള് ഖത്തറിൽ നിന്ന് സെലക്ട് ചെയ്യും, ഇതൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ. അല്ലാതെ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള കഴിയില്ല. അശോകേട്ടന് വേറെ അശോകേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ് മക്കളുടെ അടുത്താണെങ്കിലും. സാധാരണ ഇപ്പം അച്ചു അർജുൻ അശോകൻ, അച്ചു എന്നാൽ നമുക്ക് വിളിക്കാറുണ്ട്. അവന് അച്ഛേ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈഗോ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് തട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന അച്ഛനാണ്. അല്ലാണ്ട് അവിടെ സ്ട്രിക്റ്റ് ഒന്നുമല്ല.